ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എൻ്റെ ഒരു പുതിയ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ എന്നത്തെ പോലെ എഡിറ്റോറിയലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ആൾട്ടർ ദ സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഇത് മണിപ്പൂരിനെ കുറിച്ചാണ്. മണിപ്പൂരിൽ നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് വലിയ കലാപങ്ങൾ നടക്കുകയാണ്. അപ്പൊ മണിപ്പൂരിലെ കലാപത്തിന് പല പല മാനങ്ങളാണ് പലരും പറയുന്നത്. ചിലർ പറയുന്നു, ഒപ്പോസിഷൻ പാർട്ടീസ് എപ്പോഴും അങ്ങനെ പറയുള്ളൂ, അതൊരു കമ്മ്യൂണൽ വയലൻസ് ആണ്, അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഹിന്ദു കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള വയലൻസ് ആണ് എന്നാണ്. പക്ഷേ അത് അങ്ങനെയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ലെന്ന് മാത്രമല്ല, ഈവൻ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് തന്നെ പലരും അഭിപ്രായപ്പെട്ടു അങ്ങനെയല്ല. കുക്കീസോ എന്ന് പറഞ്ഞ ഒരു എത്നിക് കമ്മ്യൂണിറ്റിയും ഇപ്പുറത്തെ മെയ്റ്റി എന്ന് പറയുന്ന ഒരു എത്നിക് കമ്മ്യൂണിറ്റി തമ്മിലുള്ള കലാപമാണ്. അതാണ് സത്യം എന്ന് പറയാൻ കാരണം, മണിപ്പൂർ ഹൈക്കോർട്ടിന്റെ ഒരു വിധി കഴിഞ്ഞ വർഷം ഉണ്ടായി. ആ വിധിയിൽ ഈ മെയ്റ്റി കുക്കീസോ കമ്മ്യൂണിറ്റിക്ക് ട്രൈബൽ സ്റ്റാറ്റസ് ആണ്. അവർക്ക് ട്രൈബൽ സ്റ്റാറ്റസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ST റിസർവേഷനൊക്കെ കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ട്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന കാലം തൊട്ട് ഈ മെയ്റ്റി കമ്മ്യൂണിറ്റി അത് ആവശ്യപ്പെടുന്നുണ്ട്, അവർക്കും ST റിസർവേഷൻ വേണമെന്ന്. പക്ഷേ മണിപ്പൂർ അത് ഒരിക്കലും ഡെക്കേഡ്സ് ടുഗദർ കഴിഞ്ഞിട്ട് അതിലൊന്നും ഒരു സൊല്യൂഷൻ ഉണ്ടായില്ല. പക്ഷെ മണിപ്പൂർ ഹൈക്കോർട്ട് ഒരു വിധി പുറപ്പെടുവിച്ച് മണിപ്പൂർ ഗവൺമെന്റിനോട്, സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ST കമ്മ്യൂണിറ്റി റിസർവേഷൻ ഈ മെയ്റ്റിക്കും കൂടെ കൊടുക്കുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കണമെന്ന്. അത് പക്ഷേ മണിപ്പൂർ ഗവൺമെന്റിന് റെക്കമെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. ആർക്ക്? സെൻട്രൽ ഗവൺമെന്റ് അത് തീരുമാനിക്കുന്നത്. ഇതിനെ തൊട്ടടുത്ത ദിവസം തൊട്ടാണ് അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പൊ അതൊരു ഹിന്ദു ക്രിസ്ത്യൻ കലാപമൊന്നും അല്ലത് സത്യത്തിൽ. അപ്പൊ ഈ ഒരു റിസർവേഷൻ ഇവർക്ക് മെയ്റ്റിക്കും കൂടെ കൊടുക്കുമ്പോൾ കുക്കീസോ കമ്മ്യൂണിറ്റിക്ക് ആ റിസർവേഷനിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് കുറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് സത്യത്തിൽ ആ കലാപം അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അതിന്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ ഒരു പക്ഷേ അതില് കളിച്ചു കാണും. എന്തായാലും പിന്നീട് ആ കലാപം കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ആ കലാപത്തിൽ ഇന്ന് വരെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സെൻട്രൽ ഗവൺമെന്റിനോ ആ സ്റ്റേറ്റ് ഭരിക്കുന്ന BJPയുടെ ബീരേൻ സിംഗ് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഗവൺമെന്റിനോ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത്, അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും 221 ഡെത്ത്സ്, 221 മരണങ്ങൾ ഒഫീഷ്യലി അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, കൗണ്ട് ചെയ്തിട്ടുണ്ട്. 50,000ഓളം ആൾക്കാർ ഡിസ്പ്ലേസ്ഡ് ആയി. പക്ഷെ ഇപ്പൊ നടക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കലാപം കൂടുതൽ മുമ്പ് പീസ്ഫുൾ ആയിരുന്ന ഏരിയാസിലും കൂടേക്ക് അത് വ്യാപിക്കുകയാണ്. ജിരിബാം എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളുണ്ട്, അതൊക്കെ റിലേറ്റീവ്ലി പീസ്ഫുൾ ആയിരുന്നു. ഇംഫാൽ വാലി പീസ്ഫുൾ ഒന്നും അല്ലായിരുന്നു, പക്ഷെ അവിടെ വീണ്ടും കലാപത്തിന്റെ ആ ഒരു ഇതുണ്ടാവുന്നു. ഇംഫാൽ വാലിയാണ് മെയിൻലി മെയ്റ്റി കമ്മ്യൂണിറ്റിയുടെ ഡോമിനേഷൻ ഉള്ള ഏരിയ. ഹില്ലി ഏരിയാസ് മൊത്തം കുക്കീസോ കമ്മ്യൂണിറ്റിയുടെ ഏരിയാസ് ആണ്. ഇത് മെയിൻലി ഈ പ്രശ്നം കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാല്, ആംഡ് മിലിഷ്യ ഗ്രൂപ്പുകൾ ഒരുപാട് അവിടെ പൊട്ടിമുളയ്ക്കുന്നു ഈ രണ്ട് കമ്മ്യൂണിറ്റീസിന്റെ ഇടയിലും. അതിന് മെയിനായിട്ട് അവര് പോലീസിന്റെ തന്നെ ആയുധങ്ങൾ അവര് ലൂട്ട് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പിന്നീട് കലാപത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. യൂണിയൻ ഗവൺമെന്റ് ഒരുപാട് അവിടെ എങ്ങനെയാണ് ആക്ച്വലി അവിടെ പീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാല്, ഒഫീഷ്യലി പറയാതെ ആക്ച്വലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 355ന്റെ പ്രൊവിഷൻസ് യൂസ് ചെയ്താണ്. ഒഫീഷ്യലി അവരത് പറയുന്നില്ല, ആർട്ടിക്കിൾ 355 യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രദേശത്തെ എക്സ്റ്റേണൽ അഗ്രഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ആണ് ആർട്ടിക്കിൾ 355 പറഞ്ഞേക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ പട്ടാളത്തിനേക്ക് ഇറക്കാൻ പറ്റും, എന്നിട്ട് നമ്മളുടെ സെൻട്രൽ പോലീസ് ഫോഴ്സസിനേക്ക് ഇറക്കാൻ പറ്റും, അവരെ ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് പാരാമിലിറ്ററി ഫോഴ്സസ് ഒക്കെ ഇപ്പൊ അവിടെ ഉള്ളതും. അസാം റൈഫിൾസിനാണ് മിക്കവാറും മേഖലയുടെയൊക്കെ പ്രൊട്ടക്ഷനുള്ള ചുമതലയൊക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും അതാണ് ഒരു അൺഡിക്ലെയർഡ് ആയിട്ട് ഇമ്പോസിഷൻ ഓഫ് പ്രൊവിഷൻസ് ഓഫ് ആർട്ടിക്കിൾ 355 ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നം, അവിടുത്തെ ഈ കുക്കീസോ കമ്മ്യൂണിറ്റിക്ക് അവിടുത്തെ ഇപ്പോഴത്തെ ഗവൺമെന്റിൽ വിശ്വാസമില്ല, എസ്പെഷ്യലി ലീഡർഷിപ്പിൽ വിശ്വാസമില്ല. ലീഡർഷിപ്പ് ഞാൻ പറഞ്ഞു, മെയ്റ്റി കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ബീരേൻ സിംഗ് ആണ് BJPയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലീഡർഷിപ്പ് ചേഞ്ച് ഉണ്ടാവണം എന്നുള്ള ആവശ്യം പല തവണ ഉണ്ടായെങ്കിലും അതിന് BJPക്ക് കഴിയുന്നില്ല. കാര്യം ചെയ്തു കഴിഞ്ഞാൽ മെയ്റ്റി കമ്മ്യൂണിറ്റിക്കാർ അവിടെ ആകെ പ്രോബ്ലം ഉണ്ടാക്കുക. കാര്യം അവരുടെ റെപ്രസെന്റേറ്റീവ് ആണ് ബീരേൻ സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ പ്രൈം മിനിസ്റ്റർ പോലും ഈ കാര്യത്തിൽ ഒരു എന്താ പറയുന്നത്, ഒരു ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെന്റ് പ്രൈം മിനിസ്റ്റർ എടുത്തിട്ടില്ല എന്നൊരു ക്രിറ്റിസിസം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പ്രൈം മിനിസ്റ്റർ മണിപ്പൂർ വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇതൊരു അതേ വിസിറ്റ് ചെയ്തിട്ടില്ല. ചില സ്റ്റേറ്റ്മെന്റുകൾ അതേ ഇറക്കിയിട്ടില്ല. അല്ലാതെ ഇതൊരു ഇന്റേണൽ സെക്യൂരിറ്റി പ്രോബ്ലം ആയതുകൊണ്ട് ഹോം മിനിസ്ട്രിക്കാണ് അതിന്റെ ചുമതല. അതുകൊണ്ട് തന്നെ അമിത് ഷാ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ്സ് ഒക്കെ വിളിച്ചു കൂട്ടുകയും ഇതിൽ ഇടപെട്ട് സ്ട്രോങ് ആയിട്ട് ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതും ഇതുവരെയ്ക്കും
ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസിലേക്ക് നയിച്ചിട്ടില്ല. ഇപ്പൊ അദ്ദേഹം ഈ ഇടയ്ക്ക് ചീഫ് മിനിസ്റ്ററിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടുത്തെ കുറെ സെക്യൂരിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസിനെ വിളിച്ചുകൂട്ടി ഇപ്പൊ മീറ്റിംഗ് ഒക്കെ നടത്തി അവിടുത്തെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താം. പക്ഷേ ചീഫ് മിനിസ്റ്റർ ഇല്ലാത്തൊരു മീറ്റിംഗ് എന്തായിരിക്കും, അതിന്റെ ഔട്ട്കം എന്തായിരിക്കും ആ ഒരു സ്റ്റേറ്റിൽ? അപ്പൊ അവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു ഇനബിലിറ്റി അല്ലേ കാണിക്കുന്നത്. ആ ചീഫ് മിനിസ്റ്ററിന് പോലും ഇവിടുത്തെ ഹോം മിനിസ്റ്ററിന് പോലും ഒരു വിശ്വാസമില്ലാത്ത രീതിയിലാണ് കാര്യം. അതുകൊണ്ടാണ് ചീഫ് മിനിസ്റ്ററിനെ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തത് പോലുമില്ല. അപ്പൊ എന്തായാലും അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആക്ച്വലി പ്രത്യേകിച്ച് ഈ ബീരേൻ സിംഗ് എന്ന് പറയുന്ന ആള്, അതുപോലെ അവിടുത്തെ പോലീസ് ഒക്കെ ഇപ്പോ രണ്ട് ഈ എത്നിക് ഗ്രൂപ്പുകളുടെ ഇടയിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഈവൻ പോലീസ് പോലും കുക്കീസോ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പോലീസുകാര് അവർക്ക് ഒരിക്കലും ജസ്റ്റിസ് സെൻഷർ ചെയ്യാൻ പറ്റൂല. അവര് മെയ്റ്റി കമ്മ്യൂണിറ്റിക്ക് എഗൈൻസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, തിരിച്ചും. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ആണ് അവിടെ ഉള്ളത്. എന്തായാലും അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴത്തെ ഇലക്ഷനിൽ ഇത്തരത്തിലുള്ള ഇൻഡിസീവ്നെസ്സിന് ഗവൺമെന്റിന് അവിടുത്തെ റൂളിംഗ് പാർട്ടിക്കൊക്കെ എതിരെ അവർ പ്രതികാരം ചെയ്തു. ഇപ്രാവശ്യം അവിടുത്തെ രണ്ട് ലോക്സഭാ സീറ്റുകളേ ഉള്ളൂ. 2 ലോക്സഭാ സീറ്റുകളും വിൻ ചെയ്തത് കോൺഗ്രസ് ആണ്. അപ്പൊ അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ബാക്ക്ലാഷ് ഉണ്ടാകുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? സൊല്യൂഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റസ് കോ, ഇപ്പോഴത്തെ അവിടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഒരു സ്റ്റാറ്റസ് കോ സിസ്റ്റം. അതായത് ഇപ്പൊ ഈ എത്നിക് കോൺഫ്ലിക്ട് ഇത്രയും രൂക്ഷമായതിനു ശേഷവും അവിടുത്തെ ഗവൺമെന്റിൽ ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അവിടുത്തെ മൊത്തം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ആ സ്റ്റാറ്റസ് കോ ആയിട്ട് മുന്നോട്ട് പോയാൽ ഇതിനൊരു സൊല്യൂഷനോ ഉണ്ടാവാൻ പോണില്ല. ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ മണിപ്പൂരിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ലീഡർഷിപ്പിൽ ഒരു ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ആ ലീഡർഷിപ്പിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ ഗവൺമെന്റിന് കഴിയണം. അതായത് ബീരേൻ സിംഗ് മാറണം. ബീരേൻ സിംഗ് മാറിയതുകൊണ്ട് മാത്രം കാര്യമല്ല, മൊത്തം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ മാറ്റം ഉണ്ടാവണം എന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അതുപോലെ ഈ ആന്റി സോഷ്യൽ ആയിട്ടുള്ള മിലിഷ്യ ഗ്രൂപ്പുകളെ ഡിസാം ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഹോം മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് ഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതായത് ഈ മിലിഷ്യ ഗ്രൂപ്പുകൾ എന്നുള്ള 2 സൈഡിലുണ്ട്. കുക്കി കമ്മ്യൂണിറ്റിയുടെ സൈഡിലുണ്ട്, മെയ്റ്റി കമ്മ്യൂണിറ്റിയുടെ സൈഡിലുണ്ട്. ഇവർ 2 പേരെയും ഇടയിലുള്ള ഈ ആന്റി സോഷ്യൽ ആയിട്ടുള്ള മിലിഷ്യാസിനെ ഡിസാം ചെയ്യണം. ഓക്കെ. അപ്പം അതുപോലെ അവിടുത്തെ സിവിൽ സൊസൈറ്റി ആക്ടിവിസ്റ്റുകളില്ലേ, അവര് പീസിന് ആഗ്രഹിക്കുന്നവരാണ്. അവരെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഈ 2 വിഭാഗങ്ങളുടെ ഇടയിൽ പീസ് കൊണ്ടുവരാൻ ശ്രമിക്കാവുന്നത് മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ ന്യൂലി ഇലക്ടഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ എംപിമാരുണ്ടല്ലോ, ഇപ്പൊ കോൺഗ്രസിന്റെ സൈഡിൽ 2 എംപിമാർ ഇപ്പൊ അവിടെ ന്യൂലി ഇലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ വേണമെങ്കിൽ ഇതിന്റെ അകത്ത് ഇൻവോൾവ് ചെയ്യിക്കാം. അങ്ങനെ നോർമൽസിയിലേക്ക് പതുക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഗവൺമെന്റിന് ശ്രമിക്കാമെന്നാണ് പറഞ്ഞത്. അതുപോലെ നെയ്ബറിംഗ് സ്റ്റേറ്റുകൾ, ഇപ്പം മണിപ്പൂരിനോട് അടുത്തെടുക്കുന്ന സ്റ്റേറ്റുകളിലെ ചീഫ് മിനിസ്റ്റേഴ്സ്, ഇപ്പൊ മേഘാലയ അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് മിസോറാം, അതുപോലെ പിന്നെ നാഗാലാൻഡ്, ഇതുപോലെയൊക്കെ സ്റ്റേറ്റുകൾക്ക് ഇവിടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇവിടുത്തെ ഈ കുക്കീസോ കമ്മ്യൂണിറ്റിയുടെ മുകളിലോ ഒക്കെ. അപ്പൊ അവരെയൊക്കെ ഇതിനാണെങ്കിൽ ഈ ഒരു റീകൺസിലിയേഷൻ എഫേർട്സിന് വേണമെങ്കിൽ ഇൻവോൾവ് ചെയ്യിക്കാം. അങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ട് പതുക്കെ ആ സ്റ്റേറ്റിനെ നോർമൽസിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് ഇത് പറയുന്നത്. പക്ഷെ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ലീഡർഷിപ്പ് ചേഞ്ച് ഉണ്ടാവണമെന്നും ഈ എഡിറ്റോറിയൽ പറയുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. അതൊരു നമ്മൾ ഇന്റേണൽ സെക്യൂരിറ്റി പ്രോബ്ലത്തിനെ കുറിച്ചാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ഇന്ന് 2 ആർട്ടിക്കിൾസ് ഉണ്ട് ഹിന്ദുവിൽ. ഫസ്റ്റ് എഡിറ്റോറിയലും ഉണ്ട്, രണ്ടാമത് വലിയൊരു ആർട്ടിക്കിൾ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിലുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി പോകാം. 2 ഒരേ കണ്ടന്റ് തന്നെയാണ്. ഈ ഗ്രേറ്റർ നിക്കോബാറില് ഇപ്പൊ ഗവൺമെന്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പലപ്പോഴും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്ന ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്ന ആർച്ചിപെലാഗോയ്ക്ക് അകത്ത് വരുന്നതാണ്. ആർച്ചിപെലാഗോ അറിയാലോ, കളക്ഷൻ ഓഫ് ഐലൻഡ്സ്. ആർച്ചിപെലാഗോ എന്താണ്? കളക്ഷൻ ഓഫ് ഐലൻഡ്സ്. അപ്പൊ ഇന്ത്യയിലെ ആർച്ചിപെലാഗോ ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അതിനകത്ത് വരുന്ന ഒരു ഐലൻഡ് ആണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് അകത്ത് 72,000 ക്രോഡ്സിന്റെ 72,000 കോടി രൂപയുടെ ഒരു പ്രോജക്ട് വരുന്നു. ആ പ്രോജക്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 130 കിലോമീറ്ററോളം പിന്നീട് പരന്നു കിടക്കുന്ന ഒരു ഏരിയയിലാണ്. 130 സ്ക്വയർ കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഏരിയയിലാണ് ഈ പ്രോജക്ട് വരുന്നത്. ഏതാണ്ട് 130 സ്ക്വയർ കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഏരിയയിലാണ് ഈ പ്രോജക്ട് വരുന്നത്. ഇതിനകത്ത് ഒരു സീ പോർട്ട്,
ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് നമ്മൾ ഇവിടുത്തെ പിന്നീട് വിഴിഞ്ഞമൊക്കെ പോലെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്, ഒരു സീ പോർട്ട് വരുന്നുണ്ട്. ഒപ്പം ഒരു എയർപോർട്ട് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പവർ പ്ലാന്റ് വരുന്നുണ്ട്. ഒപ്പം ഒരു വലിയ ടൗൺഷിപ്പും വരുന്നുണ്ട്. ഇത് നടന്നാൽ വലിയൊരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആണ് ഒബ്വിയസ്ലി. പ്ലസ് അതിന്റെ അടുത്താണ് ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് അടുത്താണ് മലാക്ക സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഈ മലാക്ക സ്ട്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ചൈന സീക്കും ഇന്ത്യൻ ഓഷനും ഇടയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഷിപ്പിംഗ് റൂട്ടാണ് ഈ മലാക്ക സ്ട്രേറ്റ്. ഈ മലാക്ക സ്ട്രേറ്റിന് തൊട്ടടുത്ത് ഏതാണ്ട് 90 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ നിന്ന് മലാക്ക സ്ട്രേറ്റിലേക്ക്. അപ്പോ ഈ ഒരു പ്രോക്സിമിറ്റി, ഈ ഒരു ഇന്റർനാഷണൽ റൂട്ടിലേക്ക്, ഈ ഒരു ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിലേക്കുള്ള പ്രോക്സിമിറ്റി ഇത് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിനെ കൊമേഴ്സ്യലി അവിടുത്തെ വരാൻ പോകുന്ന പോർട്ടിനെ വളരെ കൊമേഴ്സ്യലി വയബിൾ ആക്കും. അപ്പൊ ഇത് ഭയങ്കര എന്താ പറയുന്ന ഒരു സീനിക് ബ്യൂട്ടി ഉള്ള ഒരു പ്രദേശമാണ് നമ്മളെ മാൽദീവ്സ് ഒക്കെ പോലെ. അപ്പം ഭയങ്കരമായിട്ടുള്ള ടൂറിസം പൊട്ടൻഷ്യൽ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അതുകൊണ്ടാണ് എയർപോർട്ടും ഒക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ പവർ പ്ലാന്റ് മറ്റു കാര്യങ്ങളൊക്കെ അവിടുത്തെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആണ്. പക്ഷേ പ്രോബ്ലം അതല്ല. പ്രോബ്ലം ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും വേണം. ആ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരിക്കണം, എൻവയോൺമെന്റലി ഇക്കോളജിക്കലി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരിക്കണം. അങ്ങനെയാണോ ഈ പ്രോജക്റ്റ് എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ട്. അതായത് ഈവൻ പ്രൈമറി എൻവയോൺമെന്റൽ ക്ലിയറൻസ്, ഫസ്റ്റ് ഒരു പ്രിലിമിനറി എൻവയോൺമെന്റൽ ക്ലിയറൻസ് കിട്ടണം, എന്നാലേ ഏത് പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രിലിമിനറി എൻവയോൺമെന്റൽ ക്ലിയറൻസ് കൊടുത്താൽ പോലും അത് കറക്റ്റ് നോംസ് ഒക്കെ പാലിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനെ കുറിച്ച് ഇന്നലെയും നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞാണ്. അതാണ് ഇന്ത്യയുടെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ കോർട്ട് എന്ന് പറയുന്നത്. ഈ സ്പെഷ്യൽ കോർട്ടുകളാണല്ലോ ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ഒരു സമിതിയൊക്കെ അപ്പോയിന്റ് ചെയ്തേക്കാണ്, ഒരു പാനലിലേക്ക് എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ഒരു സെക്രട്ടറിയെ ഹെഡാക്കിക്കൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ. അപ്പൊ എന്തായാലും ഇവിടെ ഭയങ്കര എന്താ പറയുന്നത് ഇൻഡിജിനസ് പോപ്പുലേഷൻ, അതായത് ഇപ്പം 2-3 കമ്മ്യൂണിറ്റീസിന്റെ പേര് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ട്രൈബൽ കമ്മ്യൂണിറ്റീസ് അവരൊക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ ഒത്തിരി ബയോഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലമാണ്. എൻഡേഞ്ചേർഡ് സ്പീഷീസ് ചിലതൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം അവിടെ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് വരുമ്പോൾ അത് നമ്മളുടെ ആ ഒരു ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി ഉള്ളൊരു പ്രദേശത്തിന്, അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പല സ്പീഷീസ് ഉള്ളൊരു പ്രദേശത്തിന് അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് വളരെയധികം പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഇത് ഉപേക്ഷിക്കണമെന്നൊന്നും അല്ല ഈ എഡിറ്റോറിയൽ പറഞ്ഞത്. ഉപേക്ഷിക്കണമെന്നാണ് കോൺഗ്രസ് ഒക്കെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ എഡിറ്റോറിയൽ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, ഉപേക്ഷിക്കണമെന്നൊന്നും അല്ല. ഇത് വളരെയധികം സ്റ്റഡി ചെയ്ത് വളരെ കോഷ്യസ് ആയിട്ട് ഈ പ്രോജക്റ്റിന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് സത്യം. കാര്യം ഇതിൽ വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്. ഏതാണ്ട് 10 ലക്ഷം 10 lakhs ട്രീസ് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട്, ഏതാണ്ട് 10 ലക്ഷം ട്രീസ്, ഒന്ന് ആലോചിക്കുക, 10 lakhs ട്രീസ് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെ ഇല്ലാതാവും. അവിടെ ഉള്ള 1-2 ഈ നമ്മളുടെ പാർക്കുകൾ, 1-2 നാഷണൽ പാർക്കുകൾ അങ്ങനെ എന്തോ ഉണ്ട്. അത് അടുത്ത പേജിൽ അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് 1-2 പാർക്കുകൾ ഒക്കെ ഡീനോട്ടിഫൈ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റിന് വളരെ കോഷ്യസ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മലാക്ക സ്ട്രേറ്റ് ഏതാണ്ട് 90 കിലോമീറ്റർ എവേ ആണ് ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് ഈ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായിട്ടുള്ള പൊട്ടൻഷ്യൽ ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഇന്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു ഷിപ്പിംഗ് റൂട്ടിന്റെ അടുത്തായതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കൊമേഴ്സ്യൽ ആയിട്ട് ഇതിന് ഭയങ്കര വയബിലിറ്റി ആണ്. കൊമേഴ്സ്യൽ വയബിലിറ്റി ഹ്യൂജ് ആണ്. ടൂറിസം പൊട്ടൻഷ്യൽ അതിലും ഹ്യൂജ് ആണ്. പക്ഷേ കൊമേഴ്സ്യൽ വയബിലിറ്റിയും ടൂറിസം പൊട്ടൻഷ്യലും മാത്രം നോക്കി പല പ്രൊജക്ടുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത്, അല്ലെ? ഈവൻ നമ്മളുടെ ചാർദം പ്രോജക്ട്, ഞാൻ ഇന്നലെ നിങ്ങളുടെ പറഞ്ഞാൽ ചാർദം പ്രോജക്ട് എന്ന് പറഞ്ഞാല് ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്, ഈ 4 ഹിന്ദുസിന്റെ പിൽഗ്രിം പ്ലേസസിനെയും കൂടെ കൂട്ടിയിണക്കി കൊണ്ടുവരുന്ന ഒരു 4-lane ഹൈവേ ആണ്. അപ്പൊ ആ ഹൈവേ ഡെവലപ്പ് ചെയ്യുമ്പോഴും ഇതുപോലെ EIA ഒക്കെ ഇവിടെ ഒക്കെ നടപ്പാക്കണം. ഇന്നലെ അതിനെ കുറിച്ച് പറഞ്ഞു. EIA എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നടത്താതെ അവിടെ ഈ മൊത്തം ഈ ചാർദം പ്രോജക്റ്റിനെ അവർ സ്പ്ലിറ്റ് ചെയ്ത് ഓരോരോ പീസ് മീൽ പ്രോജക്ട്സ് ആയിട്ടാണ് ഓരോ EIA നടത്തിയത്.
അപ്പം അതുകൊണ്ട് ടോട്ടലി എൻവയോൺമെന്റൽ ക്ലിയറൻസ് ആയി കിട്ടി. അതുപോലെ കോടതിയിൽ ഇതിനെക്കുറിച്ചുള്ള കേസൊക്കെ വന്നപ്പം ഗവൺമെന്റ് എടുത്തു. ഞാൻ ഇതിനെക്കുറിച്ചല്ല പറഞ്ഞിട്ട് ചാർദം പ്രോജക്റ്റിനെ കുറിച്ച്, അത് ഉത്തരാഖണ്ഡിലാണ് ചാർദം പ്രോജക്ട്. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞ കാരണം ഇത് നാഷണൽ സെക്യൂരിറ്റിയെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റും കൂടെയാണ്. അതുകൊണ്ട് കോടതി ആ ഒരു വ്യൂവിൽ ഇത് കാണാനുള്ളത്. കാരണം എന്ന് വെച്ചാല് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഉത്തരാഖണ്ഡ് ഹാസ് ബോർഡർ വിത്ത് ചൈന, വൺ ഓഫ് ദ എനിമി കൺട്രീസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ആ ബോർഡറിൽ ട്രൂപ്പ് മൊബിലൈസേഷൻ ഒക്കെ ചിലപ്പോൾ ചൈന ഇന്ത്യ അറ്റാക്ക് ചെയ്താൽ ട്രൂപ്പ് മൊബിലൈസേഷൻ അത്യാവശ്യമായിട്ട് വരും. അങ്ങനെ ട്രൂപ്പ് മൊബിലൈസേഷൻ ചെയ്യാനുള്ള ഗുഡ് റോഡ്സ് ഇന്ത്യക്ക് ഇല്ല. അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ടത് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയുടെ ആവശ്യമാണ്. ചൈനയ്ക്കാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റോഡുകൾ ബോർഡറിന്റെ അപ്പുറത്തെ സൈഡിലുണ്ടെന്നുള്ള സ്റ്റാൻഡ് ഇന്ത്യ എടുത്തു. സോ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ took a considered and അതിലൊരു ലീനിയന്റ് ആയിട്ടുള്ള വ്യൂ ഈ നാഷണൽ സെക്യൂരിറ്റി വിഷയം ആയതുകൊണ്ട് എടുത്തത് കൊണ്ടാണ് ആ പ്രോജക്ട് നടപ്പായത്. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു? ഈ ചാർദം പ്രോജക്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടണൽ കൊളാപ്സ് ഉണ്ടാവുകയും കുറെ ആൾക്കാർ അതിൻ്റെ അകത്ത് പെട്ടുപോവുകയൊക്കെ ചെയ്തു. അതൊക്കെ ഈ ഇതില് വേറൊരു ആർട്ടിക്കിൾ ഇവിടെ ഉണ്ട്, അത് ഞാൻ അതും കൂടെ അതിലൂടെ പറയാം. The court spells the way in Himalayas development എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. The court spells the way in Himalayas development. ആക്ച്വലി ഇത് IHR ഇന്ത്യൻ ഹിമാലയൻ റീജിയനിൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ നടപ്പാക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ശ്രദ്ധിക്കാതെ പല പ്രൊജക്ടുകളും ഹൈവേസും പിന്നെ ബ്രിഡ്ജസും റെയിൽവേസും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആണ് പലപ്പോഴും ഈ IHR മേഖല, ഇന്ത്യൻ ഹിമാലയൻ റീജിയൻ മേഖല നേരിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഇടപെടലുകളുണ്ട്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ചില വളരെ പ്രധാനമായിട്ടുള്ള വേർഡിക്റ്റുകളുണ്ട്. ഈ വിധികളുണ്ട്. ആ വിധികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വേണം IHR റീജിയനിൽ ഓരോ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും നടപ്പാക്കാനെന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ആർട്ടിക്കിളാണിത്. അപ്പൊ ഞാൻ ഈ എഡിറ്റോറിയൽ പറയുമ്പോൾ ഈ എഡിറ്റോറിയൽ ടോട്ടലി editorial is concentrating on one issue only. Great Nicobar Islands 72,000 crores in the infrastructure project. But at the same time, I am trying to relate other issues also with this. Like Chardham project. അത് IHR റീജിയനിലാണ് വരുന്നത്, ഇന്ത്യൻ ഹിമാലയൻ റീജിയനിലാണ് വരുന്നത്. അവിടെയാണല്ലോ ഈ പറഞ്ഞ ഉത്തരാഖണ്ഡൊക്കെ വരുന്നത്. അപ്പൊ IHR റീജിയനിലെ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ നടപ്പാക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അത് ഞാൻ ഇപ്പൊ പറഞ്ഞു, ഈ ചാർദം പ്രോജക്റ്റിലെ ആ ടണൽ കൊളാപ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അറിയാവുന്ന, അത് മാത്രമല്ല ഭയങ്കര വലിയ ലാൻഡ് സ്ലൈഡ്സ്, ഫ്ലാഷ് ഫ്ലഡ്സ് ഒക്കെ ഉത്തരാഖണ്ഡിൽ ഉണ്ടാവാറില്ലേ? നമ്മൾ എത്രയോ തവണ കണ്ടിരിക്കുന്നു കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പം അതുപോലെ അവിടെ വലിയ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതിയിലെ പല ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പല ജഡ്ജ്മെന്റുകളും എടുത്തിട്ട് ആ ജഡ്ജ്മെന്റുകളുടെ അടിസ്ഥാനത്തിൽ IHR ഇന്ത്യൻ ഹിമാലയൻ റീജിയനിൽ എങ്ങനെയായിരിക്കണം ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടപ്പാക്കേണ്ടത് എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ദ കോർട്ട് സ്പെൽസ് ദ വേ ഇൻ ഹിമാലയാസ് ഡെവലപ്മെന്റ് എന്ന ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിപ്പോ എനിക്ക് സിവിൽ സർവീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ആർട്ടിക്കിൾ ഒന്നും എനിക്ക് രാവിലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനുള്ള സമയം കിട്ടിയില്ല. കാര്യം ഞാൻ ന്യൂസ് പേപ്പറിന്റെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് സമയം ആയതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു ആർട്ടിക്കിൾ നന്നായിട്ട് വായിച്ചോളൂ. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. കോർട്ട് സ്പെൽസ് ദ വേ ഇൻ ഹിമാലയാസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, അതിൽ കുറച്ച് ഇതുപോലെ സുപ്രീം കോടതിയുടെ ഇടപെടലുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മളുടെ ഇന്ത്യൻ ഹിമാലയൻ റീജിയന്റെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെ കുറിച്ച് ആണ് അതിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇക്കോളജിക്കൽ പ്രൊട്ടക്ഷനെ കുറിച്ചും ഒക്കെ. ഓക്കെ, ഇനി താഴോട്ട് അപ്പൊ ഈ എഡിറ്റോറിയൽ ജസ്റ്റ് ഇത് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. ഇനി ഫ്രം ചൈന ടിൽ ടു എ ബാലൻസിങ് വിത്ത് ബെയ്ജിംഗ് ആൻഡ് ഡൽഹി എന്ന് പറയുന്ന ഒരു IR റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ട്. IR എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഫ്രം ചൈന ടിൽ ടു എ ബാലൻസിങ് വിത്ത് ബെയ്ജിംഗ് ആൻഡ് ഡൽഹി. ഇത് സംഭവത്തിനെ കുറിച്ചാണ് ജസ്റ്റ് പറഞ്ഞുതരാം. നമുക്കറിയാം ഇന്ത്യൻ ഓഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർച്ചിപ്പെലാഗോ ആണ് ഏത്? മാൽദീവ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഈ മാൽദീവ്സ് എപ്പോഴും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു രാജ്യം കൂടെയായിരുന്നു. അവിടുത്തെ ഗവൺമെന്റുകൾ പൊതുവെ ഇന്ത്യ അനുകൂല ഗവൺമെന്റുകളായിരുന്നു. അപ് ടു ഈ മുഹമ്മദ് നഷീദിന്റെ ഒക്കെ കാലഘട്ടം വരെ. പക്ഷെ 2014 ആണെന്നാണ് എന്റെ ഓർമ്മ, അബ്ദുള്ള യാമീൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി അവിടെ അധികാരത്തിൽ വരികയാണ്. അബ്ദുള്ള യാമീൻ വാസ് എ പ്രോ ചൈനീസ് ruler of Maldives. For the first time, India faced a peculiar situation with regard to Maldives. Their pro-Chinese government
came to power in 2014 under Abdullah Yamin. അപ്പം അബ്ദുള്ള യാമീനൊക്കെ അവിടെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി അവർ ചെയ്തത് തന്നെ ആന്റി ഇന്ത്യ സ്റ്റാൻഡുകൾ എടുത്തിട്ട് ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിങ് ഒക്കെ, ഇന്ത്യയുടെ ഒരുപാട് പ്രോജക്ട്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിങ് ഒക്കെ അവിടെ നടത്തി അവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ ഒരു ഇന്ത്യ വിരുദ്ധ വികാരം വളർത്തിയൊക്കെ അയാൾ അധികാരത്തിൽ വന്നു. പക്ഷെ അയാളെ പുറത്താവുന്നു പിന്നീട്. പക്ഷെ അപ്പോഴും അയാൾ ഇത്രയും ആന്റി ഇന്ത്യ സ്റ്റാൻഡ് അല്ല എടുത്തത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ പോലെ. കാര്യം എപ്പോഴും മാൽദീവ്സിന്റെ ഭരണാധികാരികൾ, റൂളേഴ്സ്, അവരുടെ ഫസ്റ്റ് ഒഫീഷ്യൽ സ്റ്റേറ്റ് വിസിറ്റ് വിൽ ബി ടു ഇന്ത്യ. ഓൾവേസ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. Bangladesh also it is like that. That's why Bangladeshi Prime Minister Sheikh Hasina visited India yesterday and day before yesterday. Nepal, Bhutan, in all such countries, they used to visit India first after assuming power in their respective countries. Maldives also was like that previously up to 2014. 2014 ഈ ആന്റി ഇന്ത്യ സ്റ്റാൻഡ് എടുത്ത അബ്ദുള്ള യാമീൻ പോലും അതാ ചെയ്തത്. പിന്നീട് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗവൺമെന്റ് വീണ്ടും അവിടെ വരികയാണ്. പക്ഷേ വീണ്ടും ഇപ്പോൾ അവിടെ 2023 ഇലക്ഷൻ നടന്നപ്പോൾ അവിടെ മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ വരികയാണ്. മുഹമ്മദ് മൊയ്സു, മാൽദീവ്സിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പേരെന്താണ്? മുഹമ്മദ്. അയാളിപ്പോ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഓത്ത് ടേക്കിംഗ് സെറമണിയിൽ പങ്കെടുക്കാൻ വന്നായിരുന്നു. മുഹമ്മദ് മൊയ്സു. അയാള്, ഈ മുഹമ്മദ് മൊയ്സു എന്ന് പറഞ്ഞ ഭരണാധികാരി ആന്റി ഇന്ത്യ സ്റ്റാൻഡ് എടുത്തു എന്ന് അവിടെ ഈ അബ്ദുള്ള യാമീനെ പിന്തുടർന്ന് അബ്ദുള്ള യാമീന്റെ അനുയായി ആയിരുന്നു ഈ മുഹമ്മദ് മൊയ്സു. ടോട്ടലി ആന്റി ഇന്ത്യ സ്റ്റാൻഡാണ് എടുത്തത്. ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിങ് ആണ് അവിടെ നടത്തിയത്. ഇന്ത്യ കൊടുത്ത ചിനൂക്കിന്റെ ഒക്കെ ഒരു ഹെലികോപ്റ്റർ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഇന്ത്യൻ പട്ടാളക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരെ ഇന്ത്യ അവിടെ നിന്ന് പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഇന്ത്യ അവരെ അവിടെ നിന്ന് മാറ്റി. എന്നിട്ട് പകരം സിവിലിയൻ എഞ്ചിനീയേഴ്സിനെയൊക്കെ പകരം കൊണ്ടുപോയി. എന്നിട്ട് ഈ മുഹമ്മദ് മൊയ്സു, ഞാൻ നേരത്തെ പറഞ്ഞു, there is a tradition that once a new president assumes power in Maldives, they will pay their first official visit to India. But Muhammad Moisu changed that tradition and he went to China first. അതിനുശേഷം UAE പോയി. അതിനുശേഷം എനിക്ക് ടർക്കിയിലും പോയെന്ന് തോന്നുന്നു, ടർക്കി. പിന്നെ അയാൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാവരുമായിട്ടും ബന്ധം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇന്ത്യയെ ഓൾമോസ്റ്റ് ഒതുക്കാനും ശ്രമിച്ചു. ഇന്ത്യയായിട്ട് മാൽദീവ്സിന് മാൽദീവ്സ് ഇന്ന് ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയാണ്. ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിന് എല്ലാം ഡെവലപ്മെന്റ് ഫണ്ട് കൊടുക്കുന്ന ഇന്ത്യയായിരുന്നു. ഇന്ത്യയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കായിരുന്നു അവിടെ പലപ്പോഴും അവിടുത്തെ റിസോർട്ടുകൾ പണിയാനുള്ള ലോൺ വരെ കൊടുക്കുന്നത്. അവിടുത്തെ റിസോർട്ടൊക്കെ ആണല്ലോ അവർ പ്രധാന വരുമാന മാർഗം. പക്ഷേ ഈ ആള് ചൈനയിൽ പോയി കുറെ പ്രോജക്ട്സ് ഒക്കെ സൈൻ ചെയ്തു. ചൈനയിൽ നിന്ന് അവിടുത്തെ ബിഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ്സിനുള്ള ഫണ്ടിങ് അയാൾ ആഗ്രഹിച്ചു. ചൈനയുടെ സ്പൈ ഷിപ്പിന് മാൽദീവ്സിന്റെ തീരങ്ങളിൽ നങ്കൂരമിടാനുള്ള അവകാശം കൊടുത്തു. അങ്ങനെ ഏറ്റവും ഇന്ത്യക്ക് സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ജസ്റ്റ് ഫ്യൂ കിലോമീറ്റേഴ്സ് അവേ ഫ്രം ലക്ഷദ്വീപ്, ദാറ്റ് ഈസ് മാൽദീവ്സ് സോ ക്ലോസ് ടു ഇന്ത്യ. അപ്പം ചൈനീസ് സ്പൈ ഷിപ്പുകളൊക്കെ ചെന്ന് അവിടെ ആങ്കർ ചെയ്താൽ ഇറ്റ് വിൽ ബി detrimental to the security of our country. അതുവരെ മൊയ്സു അനുവദിച്ചു. പക്ഷെ മൊയ്സുവിന് പതുക്കെ മനസ്സിലായി ചൈനയിൽ നിന്ന് അയാൾക്ക് എല്ലാം കിട്ടാൻ പോണില്ല എന്ന്. ചൈനയുടെ പല കമ്മിറ്റ്മെന്റ്സ്, ചൈന ഈസ് നോട്ട് റെഡി ടു ഹെവിലി ഇൻവെസ്റ്റ് ഇൻ ദെയർ ബിഗ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് എന്ന് പിന്നീട് മൊയ്സുവിന് മനസ്സിലായി. അവിടുത്തെ ചില ഹൗസിംഗ് പ്രോജക്റ്റുകളിൽ, അവിടുത്തെ ചില ഇതുപോലുള്ള ചില ചെറിയ ചെറിയ ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ചൈനയ്ക്ക് താല്പര്യമുള്ളൂ. അതുപോലെ മാൽദീവ്സിന്റെ ഡെറ്റ്, ഇറ്റ് ഈസ് വെരി ഹൈ. മാൽദീവ്സിന്റെ എക്സ്റ്റേണൽ ഡെറ്റ് എസ്പെഷ്യലി ടു ചൈന ഓൾസോ ഇറ്റ് ഇസ് വെരി ഹൈ. $1.5 billion ചൈനയ്ക്ക് തന്നെ കൊടുക്കാണ്ട് ടോട്ടൽ അവരുടെ ഡെറ്റ് ടു GDP റേഷ്യോ ഇസ് വെരി ഹൈ. ദാറ്റ്സ് വൈ ചൈന ഇസ് നോട്ട് റെഡി ടു ഗീവ് ഫർദർ ലോൺസ് ടു മാൽദീവ്സ് ആൻഡ് they told മൊയ്സു അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് ദാറ്റ് they are ready to give some grants but they are not ready to give long term loans. അതും കൂടെ ആയപ്പോഴത്തേക്ക് മൊയ്സുവിന് കാര്യം മനസ്സിലായി, ചൈനയിൽ നിന്ന് ബിഗ് ലോൺസ് ഒന്നും കിട്ടാൻ പോണില്ല. അപ്പോ അയാള് യൂറോപ്പിലെ പല രാജ്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നെങ്കിലും അവരും വേറെ പല പ്രീ ഓക്യുപ്പേഷൻസിലായിരുന്നു. സോ they are not keenly interested in investing in Maldives presently. അപ്പൊ ഇതെല്ലാം അയാൾക്ക് മനസ്സിലായി. ഇന്ത്യയാണ് അവരുടെ ഏറ്റവും ട്രസ്റ്റഡ് ഫ്രണ്ട്. ഇന്ത്യയെ പൂർണ്ണമായിട്ടും പിണക്കിയിട്ട് മുന്നോട്ട് പോവുക ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് എന്ന് മനസ്സിലായി. ഇന്ത്യയാണ് അവിടെ ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ത്യ റെഡിയാണ്. ഇന്ത്യ ഇത്രയും മോശമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇന്ത്യയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അയാൾ ശ്രമിച്ചപ്പോഴും, മാൽദീവ്സിന്റെ പ്രസിഡന്റ് ശ്രമിച്ചപ്പോഴും ഇന്ത്യ അവർക്ക് കൂടുതൽ ഗ്രാൻഡുകൾ കൊടുത്തു. കൂടുതൽ അവർക്ക് ഈ ഇടയ്ക്ക് ലോൺ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 50% എൻഹാൻസ് ചെയ്ത് അവരുടെ ഈ ലോൺ എമൗണ്ട്.
ഈവൻ നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെയൊക്കെ അബ്യൂസ് ചെയ്തപ്പോൾ പോലും നമ്മൾ അത് ചെയ്തു കൊടുത്തു. അവർക്ക് കൊടുത്തുകൊണ്ട് ലോൺ എമൗണ്ട് ഒക്കെ എൻഹാൻസ് ചെയ്തു. അതൊക്കെ നീ പറഞ്ഞുണ്ട് 50% എൻഹാൻസ് ചെയ്ത് കൊടുത്തു. അവർക്ക് കൊടുക്കുന്ന ഫുഡ്, അതുപോലെ അവർക്ക് കൊടുക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഗ്രാന്റ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇന്ത്യ മാൽദീവ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇറ്റ് ഈസ് എ വെരി വെരി സ്മോൾ കൺട്രി ആൻഡ് ഇറ്റ് ഹാസ് എ പോപ്പുലേഷൻ ലെസ് ദാൻ ദ പോപ്പുലേഷൻ ഓഫ് ട്രിവാൻഡ്രം സിറ്റി. 5 ലക്ഷമേ ഉള്ളൂ അവിടുത്തെ പോപ്പുലേഷൻ. പക്ഷെ സ്റ്റിൽ ഇറ്റ് ഈസ് സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ്. ദാറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാൽദീവ്സ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഹൈ ലെവൽ എൻഗേജ്മെന്റ് ഒക്കെ നടത്തിയതിന്റെ ഫലമായിട്ട് ആണ് ഇപ്പം മുഹമ്മദ് മൊയ്സു ഇപ്പം മാൽദീവ്സിന്റെ റിലേഷൻഷിപ്പ് ഇന്ത്യ ആയിട്ട് റീകാലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആന്റി ഇന്ത്യ സ്റ്റാൻഡുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റൂല എന്ന് മനസ്സിലായി. അപ്പൊ അതാണ് ഈ ഓത്ത് ടേക്കിംഗ് സെറിമണിയിലൊക്കെ പങ്കെടുത്തത് നരേന്ദ്രമോദിയുടെ. അതിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. ഫ്രം ചൈന ടു ബാലൻസിങ് from China to a balancing with Beijing and from China to a balancing with Beijing and Delhi എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അത് വായിച്ചു നോക്കുക. ഇന്റർനാഷണൽ റിലേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ്. പിന്നെ ഈ പേജിൽ അങ്ങനെ വലിയ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അതുകൊണ്ട്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നത്തെ എഡിറ്റോറിയലുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വേറെ ഈ അതേ ആർട്ടിക്കിൾ തന്നെ എഡിറ്റോറിയലിലെ കണ്ടന്റ് തന്നെ. നിതി ആയോഗ്സ് പ്രോജക്ട് ഗ്രീൻ നിക്കോബാർ എന്ന് പറഞ്ഞ് ആണ് ഈ പ്രോജക്ടിന്റെ ഈ ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിലെ ആർട്ടിക്കിളിന്റെ പേര്. ദ നിതി ആയോഗ്സ് പ്രോജക്ട് ഇൻ ഗ്രേറ്റ് നിക്കോബാർ. നിതി ആയോഗ് അറിയാലോ, ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ റീപ്ലേസ്മെന്റ്. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം എടുത്ത ഡിസിഷൻസിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സംവിധാനം ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് എ ബ്രെയിൻ ചൈൽഡ് ഓഫ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു. He took that idea from the erstwhile Soviet Union. Soviet Union അദ്ദേഹം എടുത്ത ആശയമാണ് പ്ലാനിംഗ് കമ്മീഷൻ. പക്ഷെ ആ പ്ലാനിംഗ് കമ്മീഷനെ മോഡി 2014 ഡിസ്മാൻഡിൽ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ പേര് എന്ന് പറയുന്നത് നിതി ആയോഗ് എന്നാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നിതി, NITA, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നിതി ആയോഗ്. അതിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതിനൊരു വൈസ് ചെയർമാൻ ഉണ്ട്. അതിന്റെ വൈസ് ചെയർമാൻ ഇപ്പൊ സുമൻ ബെറി. വൈസ് ചെയർമാൻ സുമൻ ബെറി. പിന്നെ സിഇഒയും ഒക്കെ ഉണ്ട്. സിഇഒ പൊസിഷനുണ്ട്. കുറെ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട് നിതി ആയോഗ്. അപ്പൊ നിതി ആയോഗ് ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവര് ഒരു ഒന്നല്ല പല ഇൻഡെക്സുകളുണ്ട്. അവർ പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആണ് MDPI. എന്താണ്? മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. നിതി ആയോഗാണ് ഉണ്ടാക്കുന്നത് MDPI, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. അങ്ങനെ ഒരുപാട് ഇൻഡെക്സുകളൊക്കെ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എന്തായാലും അവരുടെ ഒരു പ്രോജക്റ്റ് ആണ് ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സിൽ വരുന്ന ഈ 72,000 crores പ്രോജക്ട് എന്ന് പറയുന്നത്. ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കൺസേൺസിനെ കുറിച്ച് എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത് അതൊരു ആർച്ചിപെലാഗോ ആണ്. ഞാൻ പറഞ്ഞത് ആർച്ചിപെലാഗോ മീൻസ് എ കളക്ഷൻ ഓഫ് ഐലൻഡ്സ്. അറൌണ്ട് 600 ഐലൻഡ്സ് ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലുള്ളത്. 600ഓളം ഐലൻഡ്സ് ചേർന്നാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. വേൾഡിലെ ബിഗ്ഗസ്റ്റ് ആർച്ചിപെലാഗോ ഏതാണ്? വേൾഡിലെ ബിഗ്ഗസ്റ്റ് ആർച്ചിപെലാഗോ ദാറ്റ് ഇസ് എ കൺട്രി. Which country? Indonesia. Indonesia is the biggest archipelago in the world. അത് അറിഞ്ഞ് വെച്ചേക്കണം. ഇന്തോനേഷ്യയാണ് ലോകത്തെ ഏറ്റവും വലിയ ആർച്ചിപെലാഗോ. ശ്രീലങ്ക is another archipelago, but it is not as big as Indonesia. Okay. അപ്പൊ ഇതിന്റെ എക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രാധാന്യം ഇവിടെ പറയുന്നത്. റെയിൻ ഫോറസ്റ്റുകളുണ്ട്, ബീച്ചുകളുണ്ട്. ഈ ബീച്ചുകളിൽ തന്നെ പലയിടത്തും എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളതും എൻഡമിക് ആയിട്ടുള്ള പല സ്പീഷീസുകളുണ്ട്. അതിലൊരു എക്സാമ്പിൾ അവർ പറഞ്ഞുണ്ട്, ലെതർ ബാക്ക് ടർട്ടിൽ എന്ന് പറയുന്ന സംഭവം. അതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസുകളാണ്. അതുപോലെ നിക്കോബാർ മെഗാപോഡ് എന്ന് പറയുന്ന സംഗതി. അതുപോലെ അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇതെല്ലാം എൻഡേഞ്ചേർഡ് സ്പീഷീസുകളുടെ പേരുകളാണ്. പിന്നീട് അത് ഞാൻ ഈ എഡിറ്റോറിയൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നത്. അതുപോലെ അവിടുത്തെ 2 ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. അതിൽ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി വെറും 250 ആൾക്കാരേ ഉള്ളൂ. വെറും 250 ആൾക്കാർ മാത്രമുള്ള ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി. ലോകത്തിൽ അവർ 250 പേർക്ക് ഒരു അസുഖം വന്ന് ഇപ്പൊ ഒരു കോവിഡ് അങ്ങനെ അവരുടെ ഇടയിൽ പടർന്നു പിടിച്ച് എല്ലാവരും മരിച്ചാൽ പിന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റി ഇല്ല. അതാണ് ഷോപ്പ്മെൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. ഷോപ്പ്മെൻ അത് നിക്കോബാർ ഐലൻഡ്സിലുള്ള ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ നിക്കോബാറീസ് എന്ന് പറഞ്ഞ വേറൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും PVTG ആണ്. PVTG എന്ന് പറയുന്നത് എന്താണ്? ട്രൈബൽ കമ്മ്യൂണിറ്റീസിൽ തന്നെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിനാണ് PVTG. പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്. PVTG എന്താണ്? പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്. അതിൽ വരുന്നതാണ് ഈ പറഞ്ഞ നിക്കോബാറീസും അതുപോലെ
ഷോപ്പ്മെന്നും ഒക്കെ. അപ്പൊ അവരെല്ലാം അവിടെയാണ്. അപ്പോൾ അതിന്റെ എല്ലാത്തിന്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ അവരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. ഈ ഷോപ്പ്മെൻ ആകെപ്പാടെ 250 പേരേ ഉള്ളൂ. നിക്കോബാറീസ് എല്ലാം കൂടെ ഒരു 1000-800 പേര് കാണും. പിന്നെ അവിടെ ഏതാണ്ട് തൗസൻഡ്സ് ഓഫ് ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട്, 10,000-10,000 ആൾക്കാർ. അവരൊക്കെ എന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യപ്പെട്ടവർ അങ്ങോട്ട്, ജോലി ആവശ്യങ്ങൾക്ക്, ബിസിനസ് ആവശ്യങ്ങൾക്ക്, അങ്ങനെയൊക്കെ അവരെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ആണ് ഈ പറയുന്ന നിതി ആയോഗിന്റെ പ്രോജക്ട് എന്താണെന്ന്. ഞാൻ പ്രോജക്ട് എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോ ആ പ്രോജക്ട് നടപ്പായാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന്റെ. അപ്പൊ ആ പ്രോജക്ട് എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കാര്യങ്ങളിലേക്ക് പോകണ്ട. ആ പ്രോജക്ട് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും ശരി, ഈ പ്രോജക്ട് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും ശരി, നമുക്ക് അത് എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ അല്ല. അതൊരു ലാർജ് ഏരിയ ഓഫ് നമ്മളുടെ ബയോഡൈവേഴ്സിറ്റി ഇല്ലാതാക്കുകയും അതുപോലെ നമ്മളുടെ വളരെ എന്താ പറയുന്ന പ്രൊട്ടക്ട് ചെയ്യേണ്ട PVTG അകത്ത് വരുന്ന നമ്മളുടെ ട്രൈബൽ ഗ്രൂപ്പ്സിനെയൊക്കെ അത് ബാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിച്ച് നടപ്പാക്കേണ്ടതാണ്. അത് കൂടുതൽ അത് ഡ്രോപ്പ് ചെയ്യണമെന്നല്ല പറയുന്നത്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു, ആ പ്രോജക്ടിന്റെ ആ ഒരു വലിപ്പം ഏതാണ്ട് 130 സ്ക്വയർ കിലോമീറ്ററിൽ അത് പരന്നു കിടക്കുന്നു. അതുപോലെ 10 ലക്ഷം ട്രീസ് ആണ് അതുവഴി അതിനുവേണ്ടി മുറിക്കേണ്ടത് ഇവിടെ പറയുന്നുണ്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. ഇനി അതിലും കഷ്ടം 2 വൈൽഡ് ലൈഫ് സാങ്ച്വറി ഡീനോട്ടിഫൈ ചെയ്യേണ്ടി വരും. 2 വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഒന്ന് ഗലാത്തിയ ബേ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഗലാത്തിയ ബേ, അതൊക്കെ ഇത് നോക്കി എഴുതിക്കൊള്ളണം, ഹിന്ദുവിലുണ്ട്. ഗലാത്തിയ ബേ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതുപോലെ മെഗാപോഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, മെഗാപോഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈ 2 വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ ഇല്ലാതാക്കേണ്ടി വരും. അതാണ് വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതുപോലെ അതേ ഏരിയയിൽ തന്നെ ഈ ഗലാത്തിയ ബേയിലും ഒക്കെ ആയിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലെതർ ബാക്ക് ടർട്ടിൽ എന്ന് പറഞ്ഞ എൻഡേഞ്ചേർഡ് സ്പീഷീസ്, ലെതർ ബാക്ക് ടർട്ടിൽ, അതൊക്കെ ഉള്ളത് ഗലാത്തിയ ബേയിലാണ്. ഇത് നമ്മളുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 അങ്ങനെ ഒരു ആക്ട് ഉണ്ടല്ലോ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്ന അനിമൽസ് ആണ് ഇത് മിക്കതും. അപ്പൊ ഇത് ഈ പറയുന്ന വേറെയൊക്കെ പറയുന്നുണ്ട് ഈ നിക്കോബാർ മെഗാപോഡിനെ കുറിച്ചൊക്കെ. അതൊക്കെ നിക്കോബാർ മെഗാപോഡ് എന്ന് പറഞ്ഞ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ ഷെഡ്യൂൾ 1 ഏറ്റവും പ്രൊട്ടക്ഷൻ അർഹിക്കുന്ന അനിമൽസിനെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതൊക്കെ വരുന്ന പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ചല്ലേ ഇതിനൊക്കെ അവിടെ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പം അതുപോലെ ഇത് സുനാമി ഉണ്ടായ ഒരു പ്രദേശമാണ്. നമുക്കറിയാം ഈ സുനാമി നിക്കോബാർ ഐലൻഡ്സിലൊക്കെ വലിയ നാശം വിതച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തെ കാലമായിട്ട് എടുത്തൊക്കെയാണെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് എർത്ത് ക്വേക്കുകൾ ആ പ്രദേശം കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മരിക്കുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന എർത്ത് ക്വേക്ക് അല്ല, ചെറിയ ചെറിയ ഈ ട്രമേഴ്സ് ഉണ്ടാവുമ്പോൾ തന്നെ അത് ഭാവിയിൽ വലിയൊരു എർത്ത് ക്വേക്ക് ഉണ്ടായിക്കൂടെ. അപ്പൊ അവിടെയൊക്കെ കൊണ്ട് ഇത്രയും വലിയ ഹെവി പ്രോജക്ട് ഫീസിബിൾ ആണോ എന്ന് എല്ലാ രീതിയിലും പഠിച്ചതിന് ശേഷം മാത്രമേ പ്രോജക്ട് നടപ്പാക്കാവുള്ളൂ. പക്ഷെ നടപ്പാക്കാൻ എങ്ങനെയെങ്കിലും പറ്റുന്നതാണെങ്കിൽ നടപ്പാക്കണം. കാര്യം ആ ഏരിയ അത്രത്തോളം ഡെവലപ്പ് ആവും. ഞാൻ പറഞ്ഞില്ലേ, മലാക്ക സ്ട്രേറ്റിന്റെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് ആ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടിനൊക്കെ വലിയ കൊമേഴ്സ്യൽ ഇതുണ്ട്. അതുപോലെ ആൻഡമാനിന്റെ ടൂറിസം ഭൂപടത്തിൽ ലോകത്തിൽ തന്നെ വലിയൊരു സംഭവമായിട്ട് മാറും. അതൊരു സംഗതിയാണ്, പക്ഷെ അത് സൂക്ഷിച്ച് വേണം നടപ്പാക്കാൻ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അവിടെ പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് ഇവിടെ ഒരു ആർട്ടിക്കിളും കൂടെ ഉണ്ട്. ഈ പെസ എന്ന് പറഞ്ഞ ആക്ടിനെ കുറിച്ച് ആർട്ടിക്കിൾ. പെസ എന്ന് പറഞ്ഞാല് അത് ആക്ടിന്റെ പെസയ്ക്ക് ഒരു എക്സ്പാൻഷൻ ഉണ്ട്, അതൊരു അബ്രിവിയേഷൻ ആണ്. പെസയുടെ എക്സ്പാൻഷൻ നോക്കാം. ദ പഞ്ചായത്ത് ബ്രാക്കറ്റിലെ എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ് ആക്ട്. പെസയുടെ എക്സ്പാൻഷൻ എന്താണ്? ദ പഞ്ചായത്ത് ബ്രാക്കറ്റിലെ എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ് ആക്ട് എന്ന് പറയുന്ന സംഭവം. അത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ പറഞ്ഞേക്കാം, അത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്നവർ പ്രത്യേകിച്ച് വായിക്കുക. ഇത് എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇന്ത്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 73rd അമെന്റ്മെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1992 വരുന്ന 73rd അമെന്റ്മെന്റ് ഓഫ് 1992. ഈ 73rd അമെന്റ്മെന്റ് ഓഫ് 1992 വഴിയാണ് ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം വരുന്നത്. 3 ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റം വരുന്നത്. അതായത് ഗ്രാം പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ പഞ്ചായത്തിനെ 3ആയിട്ട് തരംതിരിച്ചുകൊണ്ട് ലോക്കൽ സെൽഫ് ഗവേണൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തി രാജ് ഒക്കെ വരുന്നത് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഓഫ് 1992 വരെ. അപ്പം ഇതിന് നമുക്കറിയാം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 5th ഷെഡ്യൂളില്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 5th ഷെഡ്യൂളില് ഈ ഷെഡ്യൂൾഡ് ട്രൈബിന് പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുക, ആ പ്രദേശങ്ങൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ പറഞ്ഞ പഞ്ചായത്തി രാജ് ആക്ട് ഇഫക്റ്റീവ്ലി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെയൊക്കെ പഞ്ചായത്ത് ഭരണത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്
കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ പെസ ആക്ട് എന്നുള്ള ഒരു ആക്ട് വരുന്നത്. ഈ പെസ ആക്ടിന്റെ സഹായത്തോടു കൂടി ട്രൈബൽ പീപ്പിളിന്റെ ഈ പറഞ്ഞ ഷെഡ്യൂൾഡ് നമ്മളുടെ 5th ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിലേക്കുള്ള ട്രൈബൽ ഗ്രൂപ്പ്സിനും കൂടെ അവർക്ക് ഈ പഞ്ചായത്ത് ഗവേണൻസിൽ കൂടുതൽ റെപ്രസെന്റേഷൻ കൊടുക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ റെപ്രസെന്റേഷൻ കൊടുത്ത മേഖലകളിൽ ഇഫക്റ്റീവ്ലി പല ഇന്റർവെൻഷൻസും നടത്താനും ഫോറസ്റ്റ് പ്രൊട്ടക്ഷനിലൊക്കെ സഹായിക്കാനൊക്കെ അവിടുത്തെ ഈ പറഞ്ഞ റെപ്രസെന്റേറ്റീവ്സിന് കഴിഞ്ഞു. അപ്പൊ പെസ ആക്ട് ഇഫക്റ്റീവ്ലി ഇംപ്ലിമെന്റ് ചെയ്താൽ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ കൂടുതൽ ഇഫക്റ്റീവായിട്ട് നടപ്പാക്കാൻ പറ്റുമെന്നുള്ള റിസർച്ച് സ്റ്റഡി പേപ്പറിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ആർട്ടിക്കിളാണിത്. അത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം എന്നുള്ളത് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ കുറിച്ചാണ്. ഇൻഡസ് വാട്ടർ ട്രീറ്റി അല്ലെങ്കിൽ IWT 1960 എന്ന് പറയും. 1960 നിലവിൽ വരുന്ന IWT ഇൻഡസ് വാട്ടർ ട്രീറ്റി 1960. ഇത് നമുക്കറിയാം 1947 ഇന്ത്യ വാസ് പാർട്ടീഷൻഡ് ആൻഡ് എ ന്യൂ കൺട്രി ഓഫ് പാകിസ്ഥാൻ എമർജ്ഡ് ആൻഡ് there were numerous number of rivers which were flowing from India to Pakistan and vice versa also. From Pakistan to India also many number of rivers are flowing. There were numerous number of disputes also how to share the river water between India and Pakistan. So വേൾഡ് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് വരികയാണ് 1960. ജവഹർലാൽ നെഹ്റു ഒക്കെയാണ് സൈൻ ചെയ്യുന്നത്. വേൾഡ് ബാങ്ക് ആണ് അതിൽ ബ്രോക്കറായിട്ട് ആക്ട് ചെയ്തത്. വേൾഡ് ബാങ്ക് ആക്ട് ആ ട്രീറ്റിയുടെ പേരാണ് IWT ഇൻഡസ് വാട്ടർ ട്രീറ്റി. മെയിൻലി 6 റിവേഴ്സിലെ വെള്ളം ഷെയർ ചെയ്യാനാണ് ഈ ട്രീറ്റി വരുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ. ചലം, ചെനാബ്, രവി, സത്ലജ്, ഇൻഡസ്, ബിയാസ്. ഇൻഡസ്, ബിയാസ്, സത്ലജ്, ചലം, ചെനാബ്, രവി, ഇങ്ങനെ 6 നദികളിലെ വെള്ളം. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ലത്. ഇപ്പോ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഏത് വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ട് ഉണ്ടായാലും അത് പരിഹരിക്കുന്നത് IWTയുടെ ബേസിലായിരിക്കും, ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ ബേസിലായിരിക്കും. അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, IBയുടെ ചീഫ്, ഇന്റലിജൻസ് ബ്യൂറോയുടെ ചീഫിന് 1 year എക്സ്റ്റൻഷൻ കൊടുത്തു എന്നുള്ളതാണ്. 1 വർഷം കൂടെ അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കൊടുത്തു. IB is the internal secret collection agency of India. India has 2 intelligence agencies. One is external intelligence collection agency, that is RAW, Research and Analysis Wing. അതായത് ഇപ്പൊ പാകിസ്ഥാനിൽ പോയി കുറച്ച് സ്പൈ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ അത് റോയ്ക്കേ ചെയ്യാൻ പറ്റും, IBക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. IB is collecting intelligence from inside of India. ഇപ്പൊ കേരളത്തിൽ നിന്നാണെങ്കിൽ കുറച്ച് തീവ്രവാദികളുടെ വിവരങ്ങൾ ഒക്കെ കളക്ട് ചെയ്യാൻ IB ആയിരിക്കും ചെയ്യുന്നത്, ഇന്റലിജൻസ് ബ്യൂറോ. അപ്പൊ IBയുടെ ചീഫാണ് തപൻ ദേഖ. തപൻ, TAPAN, തപൻ ദേഖ, TAPAN, തപൻ ദേഖ, IBയുടെ ചീഫ്. ഇനി അവിടെ തന്നെ വേറൊരു ന്യൂസ് കാണാം. ഇന്ത്യ ഫിലിപ്പൈൻസ് റീഡിസ്കവറിംഗ് ഈച്ച് അതർ, ബ്രഹ്മോസ് എ ഗെയിം ചേഞ്ചർ, NOI എന്നൊരു ന്യൂസ് കാണാം. അതായത് ഇന്ത്യ ഡെവലപ്ഡ് എ ക്രൂയിസ് മിസൈൽ, but India was not the only one country which participated in that project, but it was a joint development project. India and Russia jointly developed that cruise missile BrahMos. It is one of the world's best cruise missiles. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഒരുപാട് രാജ്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബട്ട് ഇന്ത്യ ഡിസൈഡഡ് ടു ഗീവ് ദാറ്റ് ക്രൂയിസ് മിസൈൽ ടു ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസ് ആണ് ഫസ്റ്റ് കൺട്രി ടു റിസീവ് ബ്രഹ്മോസ് ഫ്രം ഇന്ത്യ. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. ഫിലിപ്പൈൻസിനാണ് ഇന്ത്യ ബ്രഹ്മോസ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ക്രൂയിസ് മിസൈലുകളിൽ ഒരെണ്ണമാണ് ബ്രഹ്മോസ്. ബ്രഹ്മോസിന് ആ പേര് വരാൻ കാരണം ഞാൻ പറഞ്ഞു, ഇൻഡോ റഷ്യൻ ജോയിന്റ് വെഞ്ചർ ആണ്. ഇന്ത്യയിലെ റിവറായ ബ്രഹ്മപുത്രയുടെ BRIHും റഷ്യൻ റിവറായ മോസ്കോയുടെ MOSും കൂടെ ചേർത്താണ് ബ്രഹ്മോസ് എന്നൊരു പേര് വരുന്നത്. ഇത്രയാണ് അവിടെ പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം, ഇന്ന് ജൂൺ 25 ആണ് എമർജൻസിയുടെ, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു സംഭവം നടപ്പാക്കിയതിന്റെ 50th ആനിവേഴ്സറിയാണ്. ഇന്ദിരാഗാന്ധി വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ. ബട്ട് അവര് ഓർമ്മിക്കപ്പെടുന്ന ഒരു റോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥയായിരുന്നു. അതിനുശേഷം വന്ന ഇലക്ഷനിൽ അവർ പോലും പരാജയപ്പെട്ടു. അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയായ റായ്ബറേലിയിൽ അവർ പരാജയപ്പെടുകയായിരുന്നു. അപ്പം അതിന്റെ 50th ആനിവേഴ്സറിയാണ്. 1975 ജൂൺ 25 ആണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇപ്പൊ വിവാദങ്ങളിൽപ്പെട്ട ഗവൺമെന്റിന്റെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ റിവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റിഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 7-member കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത്. അതിന്റെ ചീഫാണ് K. രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ ഫോമർ ISRO ചെയർമാനായ K. രാധാകൃഷ്ണനാണ് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ റിഫോം നടപ്പാക്കാനുള്ള 7-member കമ്മിറ്റിയുടെ ചീഫ്.
അതുപോലെ 18th ലോക്സഭയിൽ ഇന്നലെ ഓത്ത് ടേക്കിംഗ് സെറമണി പ്രോട്ടൈം സ്പീക്കറൊക്കെ അപ്പോയിന്റ് ചെയ്ത കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ. അപ്പൊ 18th ലോക്സഭ ഇന്നലെ തൊട്ട് നിലവിൽ വരികയാണ്. ഇന്നും എംപിമാരുടെ സത്യപ്രതിജ്ഞ തുടരും. നാളെ സ്പീക്കർ ഇലക്ഷൻ നടക്കും. ഓക്കെ, അത്രയാണ് അവിടെ പറയാനുള്ളത്. ഇനി അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ മെറ്റേണിറ്റി ലീവ് ഫോർ പേരൻസ് ഓഫ് ചൈൽഡ് ബോൺ ത്രൂ സറോഗസി. സറോഗസി എന്താണ്? വാടകയ്ക്ക് ഗർഭപാത്രം കൊടുക്കുന്നതിനാണ് സറോഗസി. കൊമേഴ്ഷ്യൽ സറോഗസി ടോട്ടലി ബാൻഡ് ഇൻ ഇന്ത്യ. അതായത് ഒരാൾക്ക് പ്രസവിക്കാൻ വയ്യ, താല്പര്യമില്ല, അതിന് പകരം അവർ വേറൊരാളെ കൊണ്ട് പ്രസവിപ്പിക്കുന്നത്, അതിനാണ് കൊമേഴ്ഷ്യൽ സറോഗസി എന്ന് പറയുന്നത്. ഇപ്പൊ ഫിലിം സ്റ്റാർസ് ഒക്കെ മുമ്പ് അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ്ലി ബാൻഡ് ഇൻ ഇന്ത്യ. പക്ഷേ അതല്ലാതെ ജെനുവിൻ റീസൺസ് കൊണ്ട് ഗർഭം ധരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വാടകയ്ക്ക് ഗർഭപാത്രം എടുക്കാനുള്ള അവകാശം ഇന്ത്യയിലുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന സറോഗേറ്റ് ആയിട്ടുള്ള സറോഗസി വഴി ഉണ്ടാകുന്ന കുട്ടികൾ, അപ്പം ആ മദറിന് ഇത്രയും കാലം മെറ്റേണിറ്റി ലീവ് ഇല്ലായിരുന്നു. പക്ഷേ ഗവൺമെന്റ് ഇന്നലെ തൊട്ട് അത് അലോ ചെയ്തു, മെറ്റേണിറ്റി ലീവ് ഫോർ ദോസ് മദേഴ്സ് ഓൾസോ. അത് പക്ഷെ ഒരു കാര്യമുണ്ട്, 2 കുട്ടികളിൽ കൂടുതലുണ്ടെങ്കിൽ കിട്ടത്തുള്ളത്. 2 കുട്ടികളിൽ താഴെയുള്ള അമ്മമാർക്ക് സറോഗസി വഴി ഉണ്ടാകുന്ന കുട്ടികൾക്കും മെറ്റേണിറ്റി ലീവും, അതുപോലെ ആ കുട്ടിയുടെ അച്ഛന് പെറ്റേണിറ്റി ലീവും കൊടുക്കും. പെറ്റേണിറ്റി ലീവ് 15 ദിവസമുള്ളൂ, മെറ്റേണിറ്റി ലീവ് 6 months ആണ്. ഓക്കെ, പിന്നെ വേറെ ഇവിടെ പറയാൻ ഇന്ത്യയുടെ അംബാസഡർ ടു ബ്രിട്ടൻ വിക്രം ദൊരൈസ്വാമി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. FTA ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഇന്ത്യക്കും ബ്രിട്ടനും ഇടയിൽ വന്നിട്ടില്ല, വരാൻ ഏതാണ്ടൊക്കെ ഫൈനലൈസ് ആയിട്ടുണ്ട്. ഇന്ത്യ ഇപ്പം യൂറോപ്പിലെ വേറൊരു ഗ്രൂപ്പുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കി. അത് EFTA എന്ന് പറയും, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. വാട്ട് ഈസ് EFTA? യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. ഇറ്റ് ഈസ് എ ഗ്രൂപ്പിംഗ് ഓഫ് 4 യൂറോപ്യൻ കൺട്രീസ്: ഐസ്ലാൻഡ്, Norway, Switzerland and Liechtenstein. Iceland, Norway, Switzerland and Liechtenstein. These 4 countries are known as EFTA, European Free Trade Association. അവരുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നമ്മൾ കഴിഞ്ഞ 2-3 മാസവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം UK ആയിട്ട് ഉടനെ ഉണ്ടാവും. ഓക്കെ, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ട്രേഡിൽ കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ട്രേഡ് ബാരിയേഴ്സ് റിമൂവ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ. അതുണ്ടായി കഴിഞ്ഞാൽ 2 രാജ്യങ്ങളുടെ ഇടയിൽ ട്രേഡ് ബൂസ്റ്റപ്പ് ആവും, ട്രേഡ് ബാരിയേഴ്സ് എടുത്ത് മാറ്റും. ഓക്കെ, പിന്നെ ഇന്ത്യക്ക് കഴിഞ്ഞ കുറെ കാലത്തിന് ശേഷം കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ഉണ്ടായെന്ന് RBI പറഞ്ഞേക്കുന്നു. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ കുറിച്ചാണ് എപ്പോഴും ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. CAD കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. CAD കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഔട്ട്വേർഡ് റെമിറ്റൻസസ് ആൻഡ് ഇൻവേർഡ് റെമിറ്റൻസസ്. ഔട്ട്വേർഡ് റെമിറ്റൻസസ് അങ്ങോട്ട് വിദേശത്തേക്ക് കൊടുക്കുന്ന പണം കൂടിയും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പണം കുറഞ്ഞു വരുന്നാൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആയിരിക്കും. ബട്ട് ആഫ്റ്റർ 10 quarters നമുക്ക് ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് കിട്ടി. അതിനുള്ള കാരണങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ജസ്റ്റ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പൈസ കുറഞ്ഞും ഇങ്ങോട്ട് കിട്ടുന്ന കൂടിയിരിക്കുമ്പോഴാണ് കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ഉണ്ടാകുന്നത്. അത് വളരെ റെയർ ആയിട്ട് ഇന്ത്യക്ക് ഉണ്ടാവാറുള്ളൂ. പിന്നെ ബിസിനസ് പേജിൽ വേറെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഇന്റർനാഷണൽ പേജിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇറാന്റെ സുപ്രീം ലീഡറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി കാണാം. ഇറാന്റെ സുപ്രീം ലീഡർ ആരാണ്? അയത്തുള്ള അലി ഖമേനി. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കാണാം. പിന്നെ ഇപ്പം റഷ്യയിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി. റഷ്യയിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ 20ഓളം പേര് മരിച്ചു. അതിനെ കുറിച്ചൊരു ന്യൂസും കാണാം. വേറെ ഒന്നും അവിടെ പറയാനില്ല. അതിനടുത്ത പേജ് സ്പോർട്സ് പേജിലെ ഫസ്റ്റ് സ്പോർട്സ് പേജിൽ ഒന്നും പറയാനില്ല. ഇന്ത്യ T20 വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ കയറിയതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. അതൊക്കെ വലിയ കാര്യമൊന്നുമില്ല. ഇന്ത്യ ഫൈനലി ജയിച്ചാലേ കാര്യമുള്ളൂ. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോ യൂറോ കപ്പിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ജർമ്മനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യൂറോ കപ്പിനെ കുറിച്ച്. പിന്നെ അദിതി അശോക് ഇന്ത്യയുടെ ഗോൾഫ് പ്ലെയർ ആണ്. ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡലിന്റെ അടുത്ത് വരെ എത്തിയിട്ട് പരാജയപ്പെട്ടു പോയ ഇന്ത്യൻ ഗോൾഫർ ആണ് അദിതി അശോക് എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇത്രയൊക്കെയുള്ള ആ പേജിൽ വേറെ എന്താ പറയാനില്ല. അത് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സോറി ഇനി 1-2 ഫ്രണ്ട് പേജിൽ 1-2 കാര്യങ്ങൾ നോക്കട്ടെ, പറയാനുണ്ടോ എന്ന് നോക്കാം. ഇല്ല ഫ്രണ്ട് പേജിൽ ഒന്നും നമുക്ക് പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ പ്രമോദ് സാവന്ത് മോഡിയെ വിസിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ കാണാം. ഹു ഈസ് പ്രമോദ് സാവന്ത്? പ്രമോദ് സാവന്ത് ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഗോവ. അത് അറിഞ്ഞിടാത്തൊരു എഴുതിക്കൊള്ളണം. പിന്നെ അവിടെ വേറൊന്നും പറയാനില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ അവിടെയും ഒന്നും പറയാനില്ല. പോക്സോ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, പോക്സോ ആക്ട്. ശ്രീനഗറിന് അത് പറയാനുണ്ട്. വേൾഡ് ക്രാഫ്റ്റ് സിറ്റി എന്നൊരു
പദവി കിട്ടി. വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ സിറ്റി ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ശ്രീനഗർ. ശ്രീനഗർ എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ക്യാപിറ്റലായ ശ്രീനഗർ has earned the World Craft City tag from World Crafts Council. World Crafts Council എന്ന് പറയുന്ന സംവിധാനമുണ്ട്. വേൾഡ് ക്രാഫ്റ്റ്സ് കൗൺസിൽ അവരിൽ നിന്ന് വേൾഡ് ക്രാഫ്റ്റ് സിറ്റി എന്ന് പറയുന്ന ടാഗ് കിട്ടിയൊക്കെയാണ് ശ്രീനഗറിന്. വേൾഡിലെ ലിറ്ററേച്ചർ സിറ്റി ആയിട്ട് ഒരു കേരളത്തിലൊരു സിറ്റി സെലക്ട് ചെയ്യപ്പെട്ട നിങ്ങൾ അറിഞ്ഞായിരിക്കുമല്ലോ. ഇന്നലെ അതിനെ കുറിച്ച് വലിയ ന്യൂസ് ഉണ്ടായിരുന്നു. കോഴിക്കോടാണ്. അത് യുനെസ്കോ ആണ് ആ ടൈറ്റിൽ കൊടുക്കുന്നത്. യുനെസ്കോ കോഴിക്കോടിന്, നമ്മളെ കേരളത്തിലെ കോഴിക്കോടിന് യുനെസ്കോ വേൾഡ് ലിറ്ററേച്ചർ സിറ്റി. അത് എല്ലാ വർഷവും ഓരോ സ്ഥലങ്ങളിൽ ഓരോ സിറ്റീസിനോട് സെലക്ട് ചെയ്യും. ഇപ്പൊ കാലിക്കറ്റിനെയാണ്, കോഴിക്കോടിനാണ് അവർ ലിറ്ററേച്ചർ സിറ്റി ആയിട്ട് ഇപ്പൊ തെരഞ്ഞെടുത്തേക്കുന്നത്. അത് യുനെസ്കോ ആണ്. ഇത് വേൾഡ് ക്രാഫ്റ്റ് കൗൺസിലാണ് വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ആയിട്ട് ശ്രീനഗറിനെ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ന്യൂസുകൾ. അപ്പം എല്ലാവരും ന്യൂസ് കാണുക, വീഡിയോ കാണുക, എന്തെങ്കിലുമൊക്കെ കമന്റ്സ് ഉള്ളത് പറയുക. നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. താങ്ക് യു സോ മച്ച്.